അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു അമലിനെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നാലോ? ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ റഹ്മത്തിൻ്റെ 10 നമ്മളിനോട് വിട പറയാൻ ഒരുങ്ങുന്ന ഈ ഒരു സമയത്ത് ഇൻഷാ അള്ളാഹ് നിങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലും ആ ഒരു സമയത്ത് ഞാനിത് ചെയ്യും എന്നുള്ളത് ചൊല്ലും എന്നുള്ളതൊന്ന് നീയത്ത് വെക്കാം. നിങ്ങൾക്ക് എത്ര വേഗത്തിലാണോ ഈ ഒരു അമലിനെ ചൊല്ലാൻ പറ്റുന്നത് അത്ര വേഗത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ട് ചൊല്ലാൻ പറ്റുന്നതും ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം നടന്നു കിട്ടുന്നതുമായിട്ടുള്ള ഒരു അമല് തന്നെയാണിത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഏതാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചിട്ട് കാണുക. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയൂലേ, നിങ്ങൾ തൗബ ചെയ്തിട്ടുണ്ടോ? ആ തൗബയെ സ്വീകരിക്കുന്ന മാസമാണ്. മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളോട് പടച്ചവനോട് പറഞ്ഞിട്ടുണ്ടോ? ആ കാര്യങ്ങളൊക്കെയും സാധിപ്പിച്ച് തരുന്ന മാസമാണിത്. നിങ്ങളൊന്ന് റബ്ബിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? ആ കണ്ണീരിന് റബ്ബിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മാസമാണിത്. അപ്പോൾ ഈ ഒരു മാസത്തിലെ ഓരോ ദിവസങ്ങളും ഓരോ മിനിറ്റുകളും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴും അതത്രയും നല്ല രീതിയിൽ റബ്ബിനോട് സംസാരിച്ചും റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞും റബ്ബിന് ഇബാദത്തുകൾ ചെയ്തിട്ടും നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ? കാരണം ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു റമദാനിന് ഒരു അവസാനം കൊടുത്താലുള്ളൂ ഈ ഒരു റമദാൻ നമുക്ക് നല്ല രീതിയിൽ സാക്ഷി പറയുള്ളൂ. നമുക്കെങ്ങാനും ഈ ഒരു റമദാന് വിപരീതമാകുന്ന രീതിയിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകും. പിന്നെ നമുക്കൊന്നിനും കഴിയൂല. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? അവിടെയും സുഖമല്ല, നമുക്ക് ഇവിടെയും സുഖമല്ല. അപ്പോൾ ഈ ഒരു അമല് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു റമദാൻ നമുക്ക് നല്ല രീതിയിൽ സാക്ഷി പറയാനും റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ആ രീതിയിൽ നമ്മളുടെ അമലുകളെ നമ്മൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്താം. ഒരുപാട് അമലുകൾ ചൊല്ലി തുടങ്ങിയിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകുമല്ലേ? പല ആളുകളും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള അമലുകൾ നിയ്യത്ത് വെച്ച് ചൊല്ലി തുടങ്ങിയിട്ടുണ്ടാകും. ആ അമലുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല പരിപൂർണമാകുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ചൊല്ലി തീർക്കാനും നമ്മുടെ ആവശ്യങ്ങളെ റബ്ബിൽ നിന്ന് നേടിയെടുക്കാനും തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയം ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം എത്ര വർണ്ണിച്ചാലും മതിയാകൂല. ഈ ഒരു റമദാൻ മാസം അവസാനമാകുന്നത് വരെ ഒരുപാട് ആളുകൾ അസ്മാഉൽ ഹുസ്ന മുടങ്ങാതെ ചൊല്ലും എന്ന് നിയ്യത്ത് വെച്ച ആളുകളുണ്ട്. ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ അസ്മാഉൽ ഹുസ്ന ഒരു പ്രത്യേക രീതിയിൽ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇസ്മുകൾ ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക എണ്ണപ്രകാരം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലമുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്വലാത്തും പല രീതിയിലുള്ള സ്വലാത്തുകൾ നമുക്കിടയിലുണ്ട്. പല സ്വലാത്തുകളുണ്ട്, ഒരുപാട് ഗുണഫലങ്ങളുള്ള സ്വലാത്തുകളുണ്ട്. അപ്പോൾ ഈ സ്വലാത്തുകളുടെയൊക്കെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ സ്വലാത്തുകൾ ചൊല്ലുമ്പോഴും റബ്ബ് സുബ്ഹാനഹു തആല അതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ സ്വലാത്തും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അസ്മാഉൽ ഹുസ്നയും ചേർന്നിട്ടാണ് നിങ്ങളൊരു അമല് ചെയ്യുന്നതെങ്കിൽ ഒരു ദിക്ർ ചെല്ലുന്നതെങ്കിൽ ഈ ദിക്റിൻ്റെ ഫലം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും കാണിച്ചു തരിക തന്നെ ചെയ്യും. കാരണം അത്രയും ഫലമായിരിക്കും അതിന്. കാരണം രണ്ടും കൂടെ ഒരുമിച്ചാണ് ചേരുന്നത്. അള്ളാൻ്റെ നാമവും പരിശുദ്ധ മുത്തിൻ്റെ സ്വലാത്തും ചേർന്നിട്ടുള്ള ആ ഒരു ദിക്ർ നിങ്ങളെല്ലാവരും സുബഹ നിസ്കാര ശേഷം 3 തവണയുള്ള ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു റമദാൻ മാസം അവസാനമാകുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങിപ്പോകാൻ ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്റിൻ്റെ ഫലം കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദീഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദീഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ആ മഹത്തായിട്ടുള്ള
ആ ഒരു അസ്മാഉൽ ഹുസ്നയും സലാത്തും കൂടി ചേർന്നിട്ടുള്ള ദിക്ർ. നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ അള്ളാൻ്റെ യാ മന്നാനു എന്നുള്ള ഇസ്മുണ്ട്, യാ ബദീഉ എന്നുള്ള ഇസ്മുണ്ട്, യാ അർളു എന്നുള്ള ഇസ്മുണ്ട്, യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ഇസ്മുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ഇസ്മുകളുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള സലാത്തുണ്ട്. അപ്പോൾ ഈ ഒരു സലാത്തിനെ ഈ രീതിയിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര കഠിനമാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം പുലർന്നു കിട്ടണം എന്ന് എത്രത്തോളം ഉറപ്പാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ നീയത്ത് വെച്ചിട്ട് തന്നെ വെറും 3 തവണ ചൊല്ലിയാൽ മതി. ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ദിക്ർ തന്നെയാണിത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള റമളാൻ മാസത്തിൽ ഇത്തരം ദിവസങ്ങളിൽ ഈ ഒരു അമലിനെ നിങ്ങൾ ഒഴിവാക്കാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ശുദ്ധിയില്ലാതിരിക്കുന്ന സമയമാണെങ്കിലും ആ സുബഹിയുടെ സമയത്തൊക്കെ ഒന്ന് നീച്ചിട്ട് നിങ്ങൾ ഈ ഒരു അമലിനെ ചൊല്ലിയാൽ മതി. ഇനി മറ്റൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടില്ലേ. ഈ ഒരു അമലുണ്ടല്ലോ, ഈ ഒരു ദിക്ർ, ഇതൊരു പ്രത്യേക എണ്ണം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഠിനമായിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണം എന്നാണെങ്കിൽ ഇതിനൊരു പ്രത്യേക എണ്ണപ്രകാരം നമുക്കിപ്പോൾ ഫലം കിട്ടും എന്നുള്ള ചില അക്കങ്ങൾ നമ്മുടെ ഈ ഒരു മതത്തിലുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഇസ്ലാമിലുണ്ടല്ലോ. നിങ്ങൾക്കറിയില്ലേ 313, 1001, 12000, 101 ഈ രീതിയിൽ ഉള്ള അക്കങ്ങൾ, വളരെ ഫലവത്തായിട്ടുള്ള അക്കങ്ങൾ. ഈ അക്കങ്ങളിൽ ഏതെങ്കിലും ഒരു അക്കമെടുത്ത് നിങ്ങൾ നിയ്യത്ത് വെക്കാം, ഞാൻ ഇത്ര എണ്ണം ഈ ഒരു ദിക്റിനെ ചൊല്ലുകയാണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു റമളാൻ മാസം അവസാനമാകുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കത് ചൊല്ലി തീർക്കാനും സാധിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആവശ്യം പുലർന്നിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യവും അതേ രീതിയിൽ പ്രതിഫലിക്കുന്ന ഒരു മാസം തന്നെയാണിത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്ന മാസമാണിത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ അമലുകളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു അമല് പോലും വെറുതെയാക്കി പാഴാക്കി കളയാതിരിക്കുക. വെറുതെ റീൽസ് കണ്ടും ഷോർട്സ് കണ്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കണ്ടും നമ്മൾ സമയത്ത് ചിലവഴിക്കാതിരിക്കുക. നമ്മുടെ ആ ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.